ജോർജ് കുട്ടിയുടെ കുടുംബത്തെ തകർക്കാൻ വരുന്ന ഒരു കഥാപാത്രമല്ല. ഇത് ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് IPS ഗീത ആണ്. കേരള IG ആണ് അവർ. ഒരു എന്താ പറയുക, കേരളത്തെ രക്ഷിക്കാനെന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള കേരള IG ആണ് IPS ഗീത. പിന്നെ IPSൻ്റേതായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജിലും ഒരു ലുക്സിലും ഒക്കെ കുറച്ചൊരു സീരിയസ്നെസ്സും അവരുടെ ഒരു റഫ് ടഫ് ഒക്കെ ആയിട്ടുള്ളൊരു ലുക്കുണ്ടല്ലോ, അവരുടേതായിട്ടുള്ള ഒരു പോലീസ് ബോഡി ലാംഗ്വേജ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേടിപ്പിക്കാൻ വരുന്ന കഥാപാത്രം അല്ലെങ്കിൽ നശിപ്പിക്കാൻ വരുന്ന കഥാപാത്രം തോന്നുന്നു. ഒരിക്കലുമല്ല. വളരെ സന്തോഷകരമായി ജീവിക്കുന്ന 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ജോർജ് കുട്ടിയുടെ കുടുംബത്തിലും ഈ IGക്കും അവരുടെ കുടുംബത്തിനും എന്താണ് കാര്യം? അതാണ് ദൃശ്യം എന്ന സിനിമ പ്രേക്ഷകരോട് പറയുന്നത്. കഥ ഞാൻ പറയുന്നില്ല, കാര്യം ഇത് ഓരോ നിമിഷവും വളരെ സന്തോഷകരമായി പോകുന്ന ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ ജീവിക്കുന്ന ഒരു IG അവരുടെ ജീവിതത്തിലേക്ക് 2 തലങ്ങളിലുള്ള 2 കുടുംബമാണ്. എൻ്റെ ഹസ്ബൻഡ് റോൾ ചെയ്യുന്ന സിദ്ദിഖയാണ്, ഇക്ക ചെയ്യുന്നത് പ്രഭാകരൻ, IG ഭർത്താവെന്ന വളരെ ഒരു ബിസിനസ്സുകാരൻ്റെ റോൾ അദ്ദേഹം ചെയ്യുന്ന. ഈ 2 തലങ്ങളിലുള്ള 2 നിലയാണ്. ഒരാൾ ഒരു സാധാരണമാണെങ്കിൽ ഒരാൾ കുറച്ച് ഹൈ പ്രൊഫൈൽ. ഈ 2 ജീവിതത്തിൽ സംഭവിക്കുന്ന ആൾക്കാരെ ക്ലാസ്സിൽ വാട്ട് ഇസ് അവർ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് ദൃശ്യം എന്ന സിനിമ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. IG എന്ന് പറയുന്ന കഥാപാത്രം ഗീത അവരുടെ ശരികൾ, അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ 100% അവർ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ അവരുടെ ചിന്തകളും അവരുടെ തോട്ട്സും തന്നെയാണ് ശരിയെന്ന് ഞാൻ പറയും. അത് ഗീതയുടെ വീക്ഷണത്തിൽ. ജിത്തു സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ജോർജ് കുട്ടിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഓരോരുത്തരുടെ വീക്ഷണം നോക്കുമ്പോൾ അവരവർ ചെയ്യുന്നതാണ് ശരിയെന്ന് നമുക്ക് തോന്നും. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ മൈ ബോസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളെല്ലാം ഞാൻ കണ്ടു. മമ്മി ആൻഡ് മീ ഞാൻ എൻ്റെ മക്കളെല്ലാം കൊണ്ടുപോയി ഇരുത്തി കാണിച്ച സിനിമയാണ്. അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ ആ ടീനേജ് എത്തുന്ന സമയത്ത് ഇങ്ങനൊരു സിനിമ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും കാണണം. അന്ന് ഈ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ആരാണെന്ന് എനിക്കറിയില്ല, ആ സിനിമ മാത്രമേ അറിയൂ. അദ്ദേഹത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നത്. ഇങ്ങനൊരു നല്ല സിനിമ വന്നിട്ടുണ്ട്, ഒരു അമ്മ മക്കൾ അച്ഛനൊക്കെ ഒരുമിച്ചിരുന്ന് കാണേണ്ട സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം മമ്മി ആൻഡ് മീ കാണാൻ പോകുന്നത്. ആ സിനിമ കണ്ട ശേഷമാണ് ടൈറ്റിൽ ആരാണ് സംവിധായകൻ എന്ന് നോക്കുന്നത്. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ സ്ഥിരമായി ഞാൻ കാണുമായിരുന്നു. അതിനുശേഷമാണ് മൈ ബോസ് വന്നത്, അത് കണ്ടു. പിന്നെ മെമ്മറീസ് എന്ന് പറയുന്ന സിനിമ റിലീസായ ശേഷം കാണാൻ പറ്റിയില്ല. അത് റിലീസായപ്പോൾ, ദുബായിൽ റിലീസായപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു. ഇവിടെ വന്ന സിനിമ കാണാൻ ചിലപ്പോൾ പറ്റാറില്ല. അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, എനിക്ക് വീടും ഓഫീസും ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റാത്ത വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ അദ്ദേഹം ഒരു ദിവസം എന്നെ ഒരിക്കൽ ഇങ്ങനെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജിത്തു പറഞ്ഞൊരു സംവിധായകൻ ആശയെ വിളിക്കും, ആശ കഥ അല്ലെങ്കിൽ കഥാപാത്രത്തെക്കുറിച്ച് കേട്ട് നോക്കൂ, അദ്ദേഹം വിളിക്കും ആശയെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിക്കും. എനിക്ക് അദ്ദേഹത്തിന് നേരിട്ട് പരിചയമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നെ ഒരു ദിവസം ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഞാനാണ് ജിത്തു ജോസഫ്. ഭയങ്കര സന്തോഷം തോന്നി, വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു. ആ സിനിമയിൽ ദൃശ്യം എന്നാണ് സിനിമയുടെ പേര്. സിനിമയിൽ ഒരു IG കഥാപാത്രമുണ്ട്, ഒരു പോലീസ് ആണ്. അപ്പം തന്നെ ഞാൻ എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് തോന്നുന്നു. കാര്യം എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാനൊരു പോലീസ് വേഷമോ അല്ലെങ്കിൽ പോലീസുകാരിയായിട്ട് അഭിനയിക്കുന്നൊന്നും ഒരു സ്വപ്നത്തിൽ പോലും ഇല്ല. ഞാൻ മാക്സിമം സാരിയും ചുരിദാറൊക്കെ ഇട്ട് ജീവിക്കുന്നവർ, അങ്ങനെ എൻ്റെ നിത്യജീവിതം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള വേഷം ഇട്ടത് ബഡി എന്ന് പറയുന്ന ചിത്രത്തിലാണ്. പക്ഷെ എന്നാലും ഒരു പോലീസ് വേഷം എനിക്ക് എങ്ങനെ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, കേട്ട വഴി ആശ പേടിക്കണ്ട, എന്തായാലും ഞാൻ സ്ക്രിപ്റ്റ് അയക്കാം, ആശ അത് വായിച്ചു നോക്കും, വായിച്ചു നോക്കിയ ശേഷം എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു തുടങ്ങി ഒരു പകുതിയായപ്പം എനിക്ക് BP കൂടാൻ തുടങ്ങി, പേടിയായി. കാര്യം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, ഭയങ്കര എന്താ പറയുക, വളരെ ഫേമായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ് ഗീത. ആദ്യം വായിച്ചു, പകുതി വരെ എത്തി, ഞാൻ വെച്ചു, iPad അവിടെ വെച്ചു, ഞാൻ കുറച്ച് നേരം ആലോചിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു, ഓക്കെ, ഐ വിൽ കണ്ടിന്യൂ. ദെൻ അഗെയിൻ ഞാനത് വായിച്ചു. പിന്നെ ഞാൻ ഒറ്റ സ്ട്രെച്ചിന് ഞാൻ സ്ക്രിപ്റ്റ് മുഴുവൻ ആദ്യം വായിച്ചു തീർത്തു. അപ്പോഴും കുറേ കൺഫ്യൂഷൻസ് വന്നു. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒറ്റ ഇരിപ്പിൽ തന്നെ വായിച്ചു. ഒരു സിനിമ കാണുന്ന, ഒരു ദൃശ്യം കാണുന്ന എഫക്റ്റോട് കൂടിയാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു തീർത്തത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവുകയാണോ എന്ന് ചോദിച്ചാലല്ല, എനിക്കുള്ള കോൺഫിഡൻസ് പോയി. കാര്യം
ഇത്രയും ഒരു ബോൾഡായിട്ടുള്ള കഥാപാത്രം, അതും ലാലേട്ടന് നേരെ ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുന്നൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. നൃത്തമാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യമുണ്ടാവും. ഇതെനിക്ക് ആ ഒരു 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 കോൺഫിഡൻസിൻ്റെ ഒരു പേടി വന്നു മനസ്സിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വായിച്ചു, മനോഹരമായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഒറ്റ സംശയമുള്ളൂ, ഞാൻ ചെയ്യണോ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താ ആശ അങ്ങനെ ചോദിച്ചത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു ഇത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഒരു സംശയം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആശയെ സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ലാലേട്ടൻ്റെ അടുത്ത് ആശയുടെ പേര് പറഞ്ഞത്, അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ആശയുടെ നമ്പർ തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. ഒന്നുകൂടെ ആലോചിച്ചു. ഞാൻ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ ആലോചിച്ചത്, ഇനി ഈ ജന്മം എനിക്ക് ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു പോലീസ് വേഷം അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ടുള്ള കഥാപാത്രം ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ ഒക്കെ എനിക്ക് പിന്നെയും അവസരങ്ങൾ കിട്ടിയേക്കാം. എന്തായാലും ഞാൻ ആ റിസ്ക് എടുക്കാമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ധൈര്യം തന്നു, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ ലാലേട്ടനുമായിട്ടും ഡിസ്കസ് ചെയ്തു. ലാലേട്ടൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആശയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ ഒരു ധൈര്യം, രണ്ടുപേരും തന്ന ധൈര്യമാണ് എന്നെ IPS ഗീതയാക്കിയത്.